ആ ഡൊണേഷൻ ഇൻകം ടാക്സ് റിഡക്ഷൻ ഉള്ളതാണ്. ഇൻകം ടാക്സ് റിഡക്ഷൻ എന്ന് നമുക്കറിയാം, സമ്പന്നമായ ആളുകളിൽ നമ്മൾ മറ്റ് ജീവനക്കാർ അവർ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് അവര് തുക ചെലവാക്കിയതിന് റെസീറ്റുകൾ കൊടുക്കണം. അങ്ങനെ ഇൻകം ടാക്സ് റിഡക്ഷൻ കിട്ടുന്ന ഏക റെസീറ്റുള്ള കോൺഗ്രസ് അനുകൂല സംഘടന കൂടിയാണ് നമ്മുടേത്. രാജീവ് ഫൗണ്ടേഷൻ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഇതിൽ ഗ്രൂപ്പോ വ്യക്തി താല്പര്യങ്ങളോ ഒന്നുമില്ല. ഒറ്റ നിർദ്ദേശമാണ് പാർട്ടി പറഞ്ഞത്, കോൺഗ്രസ് അനുഭാവികളായ ആർക്കും ഇതിൽ ചേരാനും ഇതിന്റെ നേതൃത്വത്തിലേക്ക് വരാനും അവസരം കൊടുക്കണം. അതുകൊണ്ട് കോൺഗ്രസ് അനുഭാവികളായ ആളുകൾക്ക് ആർക്കും വേണമെങ്കിലും ചേർന്ന് പ്രവർത്തിക്കാം. ഞാനിപ്പോൾ ഇതിൽ പ്രവർത്തിച്ചിട്ട് 4 വർഷമായി. അടുത്ത ജൂൺ മാസത്തോടെ 5 വർഷം പൂർത്തിയായി. ഞാൻ ഇതിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. എന്റെ ടൈം വരുന്ന ജൂൺ മാസത്തോടുകൂടി പൂർത്തിയാവും. 5 വർഷമാണ് കാലാവധി. നമ്മുടെ പാർട്ടിയെ പോലെ കൃത്യമായി പിടിച്ചു നിൽക്കാനോ അങ്ങനെയൊന്നും കഴിയില്ല. ആ സമയം ഒഴിഞ്ഞു പോകണം. ഞാൻ ജില്ലാ ചെയർമാൻ നിലയ്ക്ക് 5 വർഷം വരുന്ന വർഷം പൂർത്തിയായി. ഇതിൽ നിന്ന് പിന്നീട് ഉത്തരവാദിത്വം ഒഴിയും. അപ്പോഴേക്കും നമ്മുടെ നിയോജക മണ്ഡലങ്ങളെല്ലാം കമ്മിറ്റിയായി പുതിയ നേതൃത്വം വരുന്നുണ്ട്. രാജീവ് ഫൗണ്ടേഷന്റെ ആദ്യത്തെ ചെയർമാനായിരുന്നു നമ്മുടെ DCC പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോ. പിന്നീട് അതിനകത്ത് DO മോഹനും മറ്റ് പ്രമുഖരായ നേതാക്കന്മാർ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അന്ന് ജില്ലാ തലത്തിൽ മാത്രം പ്രവർത്തിക്കുന്നത് കൊണ്ട് അവർക്ക് കാര്യങ്ങൾ എളുപ്പമായിരുന്നു. പക്ഷെ ഇപ്പോ നിയോജക മണ്ഡലം തലത്തിലേക്കും അടിത്തട്ടിലേക്കും പോകും. അതിനകത്ത് ഒരു കാര്യം നിങ്ങളെല്ലാം മനസ്സിൽ കരുതണം, കോൺഗ്രസിലെ ഒരു തരത്തിലുള്ള ഗ്രൂപ്പുകളിലോ ഒരു കാര്യങ്ങളോ രാജീവ് യൂത്ത് ഫൗണ്ടേഷനിൽ നമ്മൾ വെച്ചു പൊറപ്പിക്കില്ല. പക്ഷെ പ്രവർത്തിക്കാൻ താല്പര്യമായ എല്ലാവർക്കും അവസരം കൊടുക്കും. അത് അവർ 6 മാസം നോക്കി പ്രവർത്തിക്കുന്നില്ല എന്ന് കണ്ടാൽ അവരെ മാറ്റും. അതാണ് ഇതിന്റെ ഒരു രീതി. അപ്പൊ എനിക്കിഷ്ടമില്ലാത്ത സുദീപ് ജെയിംസ് ഉദാഹരണം, എനിക്കിഷ്ടമല്ല. സുദീപിന്റെ ഒരു ഭാരവാഹിയായി. അപ്പൊ എന്നെ സുദീപ് വന്നല്ലോ, അതുകൊണ്ട് ഞാനില്ല. ആ ഞാനും വേണം. നമ്മളെല്ലാവരും ഉണ്ടാകുമ്പോൾ മാത്രമേ ഇത് മുന്നോട്ട് പോകൂ. നമുക്കിനി അറിയാം, പഞ്ചായത്ത് ഇലക്ഷൻ, നിയമസഭാ തെരഞ്ഞെടുപ്പും വരികയാണ്. ഒരു തമ്മിത്തല്ലിനൊന്നും ആയുസ്സുമില്ല, ആരോഗ്യവുമില്ല. ഒറ്റക്കെട്ടായി നമുക്കൊരു മുന്നോട്ടേക്ക് പോകുന്ന പ്രഖ്യാപനമാകണം. MLA മറ്റും ഇപ്പോൾ എത്തും. ചിലർ നിൽക്കുന്നുണ്ട്, സീറ്റുണ്ട്. രാജുവേട്ട് ഇതാ ഫ്രണ്ട് സീറ്റ്, ജോസേട്ടൻ, കുഞ്ഞുട്ടിച്ചേട്ടൻ, അതുപോലെ എല്ലാവർക്കും ബിജു വളട്ടപുറം മാഷ് എല്ലാം കയറിയിരിക്കും. നമ്മളങ്ങനെ നിൽക്കുന്നത് നമ്മുടെ ഒരു സുഖമില്ല. 6 മണി കഴിഞ്ഞ് എല്ലാവരും പോകും, എല്ലാവരും ഒപ്പിടണം. ഇനി വന്ദേ മാതരത്തോട് പരിപാടി ആരംഭിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ചലച്ചിത്ര ഗായകൻ കൂടിയായിട്ടുള്ള ജെയിംസ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. രാജീവിനെ ഒപ്പിടാനുള്ളവർക്ക് നമുക്ക് ബുക്ക് കൊടുക്കാം. അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ അവിടെ ആൾക്കൂട്ടുണ്ടാക്കാം. ഒരു മിനിറ്റ് എല്ലാവരും ഒന്ന് എണീറ്റ് നിൽക്കുക. ഏവർക്കും വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. ഈ ഭാഗത്ത് കസേരകളുണ്ട്, ഒന്ന് കടന്നിരിക്കുക. നമുക്ക് ആരംഭിക്കാം. ഷിപ്പോ മുന്നോട്ട് കടന്നിരിക്കണം. നിങ്ങൾക്കുള്ള സീറ്റാണ്. അതുപോലെ തന്നെ ഈ ചടങ്ങിന് ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി രാജീവ് ഫൗണ്ടേഷൻ പേരാവൂർ നിയോജക മണ്ഡലം ചെയർമാൻ KM ഗിരീഷിനെ ക്ഷണിക്കുകയാണ്. വർഷമായി കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലും സംസ്ഥാനങ്ങളിലുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാജീവ് ഫൗണ്ടേഷൻ എന്ന NGOയുടെ പേരാവൂർ നിയോജക മണ്ഡലത്തിൻ്റെ കമ്മിറ്റിയുടെ ഔദ്യോഗികമായ
സ്ഥാനാരോഹണ ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. കഴിഞ്ഞ 25 വർഷക്കാലം മഞ്ചേരി ആസ്ഥാനമായി കേരളത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ഡൽഹി അടക്കമുള്ള ബോംബെ അടക്കമുള്ള മറ്റ് കേന്ദ്രങ്ങളിൽ ഓഫീസുകൾ തുറന്ന് അവിടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന രാജീവ് ഫൗണ്ടേഷൻ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു മുഖമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചുരുക്കം ചില കാര്യങ്ങളാണ് ബൈജു മാഷ് ഇവിടെ സൂചിപ്പിച്ചത്. നിർധനരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായങ്ങൾ നൽകിക്കൊണ്ടും അതുപോലെ തന്നെ വീടില്ലാത്തവർക്ക് വീട് വെച്ചുകൊണ്ടും വിദ്യാഭ്യാസ രംഗത്ത് പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടും ആതുര ശുശ്രൂഷ രംഗങ്ങളിൽ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടും കേരളത്തിൽ ഒരുപാട് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 25 വർഷമായി രാജീവ് ഫൗണ്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. നാളിതുവരെയായി രാജീവ് ഫൗണ്ടേഷന് ജില്ലാതലങ്ങൾ കമ്മിറ്റികൾ ഉണ്ടെങ്കിലും അതിന് താഴോട്ട് കമ്മിറ്റികൾ രൂപീകരിച്ചിരുന്നില്ല. എന്നാൽ KPCCയുടെയും AICCയുടെയും ചില നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കോൺഗ്രസിന് പൊതുവായി ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താൻ ഒരു സംഘടന വേണമെന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പാർട്ടി ഘടകങ്ങൾക്ക് പല സ്ഥലത്തും പ്രാദേശികമായി ട്രസ്റ്റുകളും ചാരിറ്റി സംഘടനകളും ഉണ്ടെങ്കിലും മറ്റ് ഇതര സംഘടനകളെ പോലെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ പൊതുപ്രവർത്തനത്തിൽ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടന എന്ന രീതിയിൽ രാജീവ് ഫൗണ്ടേഷനെ മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ പല ഭാഗത്തുനിന്നും നടക്കുകയുണ്ടായി. അതിൻ്റെ ഒരു ഒന്നാം ഘട്ടം എന്ന രീതിയിലാണ് നമ്മൾ ബ്ലോക്ക് തലത്തിലും അതുപോലെ തന്നെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ രൂപീകരിക്കാനും ഭാരവാഹികളെ കണ്ടെത്താനും ചാരിറ്റി പ്രവർത്തന രംഗത്ത് പാർട്ടിയുടെ സജീവ സാന്നിധ്യം നിലനിർത്താനുമുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. പേരാവൂർ നിയോജക മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലും ഇതിനകം നമ്മൾ മണ്ഡലം കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. മണ്ഡലം ചെയർമാൻമാരെ പാർട്ടിയുടെ നിർദ്ദേശം അനുസരിച്ച് വെച്ചിട്ടുമുണ്ട്. പക്ഷേ ബ്ലോക്ക് കമ്മിറ്റിയുടെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ഔദ്യോഗികമായ സ്ഥാനാരോഹണ ചടങ്ങ് ഇന്നിവിടെ നടക്കുകയാണ്. അതിൽ പങ്കെടുത്ത മുഴുവൻ ആളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് രാജീവ് ഫൗണ്ടേഷന്റെ ജില്ലാ ചെയർമാൻ, നിങ്ങൾക്കെല്ലാം അറിയുന്ന പ്രിയപ്പെട്ട ബൈജു വർഗീസ് അവർകളാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഔദ്യോഗികമായി ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്താമെന്ന് ഏറ്റിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വാഹനം തിരുവനന്തപുരത്ത് വെച്ച് അപകടത്തിൽപ്പെടുകയും സമയത്തിന് അദ്ദേഹത്തിന് കണ്ണൂരിലേക്ക് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം എത്താൻ പറ്റില്ലെന്ന് ഏകദേശം 1 മണിക്കൂർ മുന്നേ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പരിപാടി ഇന്ന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എല്ലാം ഏറെ പ്രിയങ്കരനായ ഈ പേരാവൂർ നിയോജക മണ്ഡലത്തിൻ്റെ വികസന നായകൻ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA അവർകളാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ യോഗത്തിൽ അനുശോചനം പ്രമേയം അവതരിപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർക്കുന്ന സജീവ് പണ്ട, അതുപോലെ തന്നെ രാജീവ് യൂത്ത് ഫൗണ്ടേഷൻ്റെയും ഭാരവാഹികളായ രാജീവൻ കപ്പച്ചേരി, അഡ്വക്കേറ്റ് ഷീജ സെബാസ്റ്റ്യൻ, KPCC നിർവാഹക സമിതി അംഗം ലിസി ജോസഫ്, പേരാവൂർ നിയോജക മണ്ഡലത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ജൂബിലി ചാക്കോ, DCCയുടെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് സുദീപ് ജെയിംസ്, അതുപോലെ തന്നെ നമ്മുടെ രാജീവ് ഫൗണ്ടേഷൻ്റെ ജില്ലാ ഭാരവാഹിയായ KV ജയചന്ദ്രൻ, ഈ പ്രദേശത്തിൻ്റെ ഈ പരിപാടി നടത്തുന്ന ഈ പ്രദേശത്തിൻ്റെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഷഫീൽ ചെട്ടിയാർ, ഇവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വേലായുധൻ
അദ്ദേഹത്തിന് രാജീവ് ഗാന്ധി പുരസ്കാരം കൊടുക്കാൻ വേണ്ടി പേരാവൂർ നിയോജകമണ്ഡലം രാജീവ് ഫൗണ്ടേഷൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിലെ കഴിഞ്ഞ 4 വർഷം 5 വർഷം ആവാൻ പോവുകയാണ്. പ്രവർത്തനത്തിൽ പൊതു പ്രവർത്തന രംഗത്തും ത്രിതല പഞ്ചായത്ത് സമിതിയിലെ ഏറ്റവും നല്ല പൊതുപ്രവർത്തകൻ, ഏറ്റവും നല്ല പാർലമെന്ററിയൻ എന്ന നിലയിലൊക്കെ നമ്മൾ തിരഞ്ഞെടുത്തത് 5 പേരെയാണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്തിരുന്നത്. അതിൽ നിന്നും ഏറ്റവും നല്ല സെലക്ഷൻ വന്നത് വേലായുധേട്ടനെയാണ്. ആ വേലായുധേട്ടനെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമായ സന്തോഷ് മണ്ണാർകുളം, മുഴക്കുന്ന് മണ്ഡലം പ്രസിഡന്റ് KP നമേഷ് കുമാർ, ഇരട്ടി മണ്ഡലം പ്രസിഡന്റ് ശശിധരൻ, ഇവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജോഷി പാർലമെന്റിൽ കൂടി എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മനോജ് M കണ്ടത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ ഫൗണ്ടേഷന്റെ ഭാരവാഹി കൂടിയാണ്. അദ്ദേഹത്തിന് ഇവിടെ സ്വാഗതം ആദ്യം ആശംസിച്ച് കൊട്ടിയൂരിന്റെ മണ്ഡലം പ്രസിഡന്റ് ജോണി അമക്കാട്ടിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മഹിളാ ബ്രിഗേഡിന്റെ രാജീവ് ഫൗണ്ടേഷന്റെ മഹിളാ ബ്രിഗേഡിന്റെ ചെയർപേഴ്സൺ മിനി വിശ്വനാഥൻ, അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മുതിർന്ന എല്ലാ കോൺഗ്രസിന്റെയും പ്രവർത്തകരെയും നേതാക്കളെയും DCCയുടെയും KPCCയുടെയും മണ്ഡല കോൺഗ്രസ് കമ്മിറ്റികളുടെയും എല്ലാ ഭാരവാഹികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അബൂബക്കർ ഇവിടെ എത്തിയിട്ടുണ്ട്, അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ജില്ലാ ചെയർമാൻ ബൈജു വർഗീസ് അവരെ ക്ഷണിക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവരും ഇന്ന് രാവിലെ ശ്രീ K മുരളീധരന്റെ വാഹനം ഓട്ടോറിക്ഷയിൽ അടിച്ച് അദ്ദേഹം വണ്ടി ജനശതാബ്ദി എക്സ്പ്രസ് നഷ്ടപ്പെട്ട് എന്ത് ചെയ്യും എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം മനസ്സിലോർത്തത് ചില കാര്യങ്ങൾ ചെയ്യാൻ ചിലത് നിയോഗിച്ചു, അതാർക്കും തടയാൻ കഴിയില്ല. അതുകൊണ്ട് ഈ പ്രോഗ്രാം എങ്ങനെ ആകണമെന്നും അതെങ്ങനെ ചെയ്യണമെന്നുമുള്ള ദൈവനിയോഗം നമ്മുടെ പ്രിയപ്പെട്ട MLAക്കാണ്. അത് അദ്ദേഹം ഇതുവരെ കൈവച്ചൊന്നും മോശമായിട്ടില്ല. അപ്പൊ ആ ദൈവനിയോഗം അത്യന്തം സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യും. നമ്മുടെ പ്രിയപ്പെട്ട ആദ്യം തന്നെ നമ്മുടെ ഗിരീഷ് പറയേണ്ടത് നിങ്ങളെ എല്ലാവരെയാണ്. ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു ഫോൺ കോളെങ്കിലും കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ അടക്കം സംഘടനാ സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ വേണമെന്ന് എന്നോട് പറയും. നമുക്ക് ഈ വാട്സപ്പിനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ ചെവികളിൽ ശബ്ദം എന്ന രൂപത്തിലേക്ക് മാറിയാൽ നമ്മുടെ ആളുകൾ എല്ലാത്തിനും സഹകരിക്കുന്ന തെളിവാണ് ഇന്ന് ഈ ഹാളിൽ നിറഞ്ഞു നിൽക്കുന്ന നിങ്ങളെല്ലാവരും. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പേരാവൂർ നിയോജക മണ്ഡലത്തിലെ കരുത്തന്മാരായിട്ടുള്ള ആളുകളാണ്. നിങ്ങളെ എല്ലാവരെയും ഹൃദയത്തിൽ ഒത്തിരി അഭിനന്ദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. നമുക്ക് സമയം പറ്റുന്ന നമ്മുടെ ഭാരവാഹികളുടെ സ്ഥാനാരോപണം നടക്കണം. ഒരു കാര്യം ഞാൻ മാത്രം പറയുന്നു. രാജീവ് ഫൗണ്ടേഷന്റെ സംസ്ഥാന കമ്മിറ്റി ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു പൊതുപ്രവർത്തകരെ കണ്ടെത്തി ഒരു അവാർഡ് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് തുക തരുന്ന കാര്യം ആലോചിക്കുന്നുണ്ട്. ആ തുക കിട്ടിയാൽ അതും പേരായിട്ടുണ്ടാവും. അത് ആലോചിക്കുന്ന കാര്യത്തിൽ വിവിധ തരത്തിൽ കൂടിയാലോചന നടത്തി പല പേരുകളും വന്നപ്പോൾ അവസാനം വന്നത് ശ്രീ K വേലായുധന്റെ പേരാണ്. അത് പ്രഖ്യാപിച്ചപ്പോൾ കണ്ണൂർ DCC പ്രസിഡന്റ് പറഞ്ഞത് ഒരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത പേര്. വേറെ ഏത് പേര് നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും 2 അഭിപ്രായം ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഈ പേരിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത പേരാണ്. അർഹനായ വ്യക്തിയാണ്. നമ്മളൊക്കെ എല്ലാ കാലത്തും നടക്കുമ്പോൾ നമ്മുടെ ഇടയിൽ എളിമയുടെ പ്രതീകമായി നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ മാതൃകയാക്കേണ്ട വ്യക്തിത്വം. എവിടെ നിന്ന് കണ്ടാൽ ആരോടും സംസാരിക്കുകയും പേരെടുത്ത് പറയുകയും അഹങ്കാരത്തിന്റെ ഒരു ലാഞ്ചന പോലുമില്ലാത്ത എളിമയുടെ പ്രതീകമായ വേലായുധേട്ടനെ ആ കമ്മിറ്റി തെരഞ്ഞെടുത്തതിൽ അങ്ങേയറ്റം ഞാൻ സന്തോഷവാനാണ്. വേലായുധേട്ടനെ
നമുക്കറിയാം പൊതുജീവിതം ഒരുപാട് നീണ്ടതാണ്. അവിടെ പറയും അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. കൂടുതൽ നീട്ടാതെ ഈ സദസ്സ് നമുക്കറിയാം സമയബന്ധിതമാണ്, ഇടയ്ക്കാലും പോകരുത്. കഴിഞ്ഞ കണ്ണൂർ DCC പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തതേ നമ്മുടെ പ്രോഗ്രാം. അത് കഴിഞ്ഞ് DCC പ്രസിഡന്റ് പറഞ്ഞത് ഒരാൾ പോലും ഒന്ന് പുറത്തിറങ്ങിയോ ഫോണിൽ ഉപയോഗിക്കുകയോ ചെയ്തില്ല. പ്രസിഡന്റ് പറഞ്ഞ് ഞാൻ DC പ്രസിഡന്റായിട്ട് ആദ്യമായിട്ടാണ് ഇത്ര ആളുകൾ അക്ഷരത്തോടെ ഇരിക്കുന്ന പരിപാടി. അതുപോലെ നമുക്ക് മാതൃകയാണ് നമ്മുടെ പാർട്ടി. നമ്മുടെ പാർട്ടിക്ക് മാതൃകയാകാൻ കഴിയുമെന്ന് നമ്മൾ തെളിയിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട MLA ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ഒപ്പം നമ്മുടെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം അദ്ദേഹം കർമ്മം നിർവഹിക്കും. നമ്മുടെ പ്രിയപ്പെട്ട വേലായുധനായിട്ടുള്ള രാജീവ് ഗാന്ധി സദ്ഭാവന പുരസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട MLA നൽകും. അത് പ്രിയപ്പെട്ട MLA സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹം ഇങ്ങോട്ട് കടന്നു വരണമെന്ന് അപേക്ഷിക്കുക. ജനറൽ സെക്രട്ടറി രാജീവ് ഫൗണ്ടേഷന്റെ ജില്ലാ ചെയർമാനുമായ ശ്രീ റൈജു വർഗീസ്, അധ്യക്ഷവേദിയിലും സദസ്സിലുമുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ, രാജീവ് ഫൗണ്ടേഷന്റെ പ്രത്യേക ഭാരവാഹികളെ, പ്രിയമുള്ള സഹപ്രവർത്തകരായ സഹോദരി സഹോദരന്മാർ, ഒരു പരിപാടിയെ സംബന്ധിച്ച് അതിന്റെ ആരംഭം നന്നായാൽ പകുതി പൂർത്തീകരിച്ചു എന്നൊരു ചൊല്ലുണ്ട്. വെൽ ബിഗൺ ഹാഫ്. രാജീവ് ഫൗണ്ടേഷൻ പേരാവൂർ നിയോജക മണ്ഡലത്തിൽ സജീവമായിട്ട് പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി അതിന്റെ ഭാരവാഹികൾ ചുമതലയേൽക്കുന്ന ഈ ചടങ്ങ് തന്നെ നന്നായിട്ട് സംഘടിപ്പിക്കാനും വിജയിപ്പിക്കാനും സാധിച്ചു. അതുകൊണ്ട് പകുതി കണ്ട് നമ്മൾ ആദ്യമേ തന്നെ വിജയിച്ചു എന്ന് നമുക്ക് അഭിമാനിക്കാം. പക്ഷെ അതുകൊണ്ട് മാത്രം തീരുന്നില്ല. ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച്, പ്രവർത്തന രീതികളെ കുറിച്ച്, പരിപാടികളെ കുറിച്ച് വൈദ്യമാഷ് നടത്തിയ ആമുഖ പ്രസംഗം എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അതിന് പകരമായിട്ട് എനിക്ക് അതിന്റെ ഒരു ചെറിയ പേപ്പർ, എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് എന്ന് വിശദീകരിക്കുന്ന സംക്ഷിപ്തമായിട്ടുള്ള രൂപം എനിക്ക് അദ്ദേഹം തരികയും ഞാനത് ഒന്ന് ഓടിച്ചു നോക്കുകയും ചെയ്തു. നമുക്കെല്ലാം അറിയാം, രാജീവ് ഗാന്ധിയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ പുഷ്പാർച്ചന നടത്തിയിട്ടാണ് ഈ പരിപാടി ആരംഭിക്കുന്നത്. രാജീവ് ഗാന്ധിയെ നമുക്കാർക്കും ആരെയും പരിചയപ്പെടുത്തേണ്ടതില്ല. രാജീവ് ഗാന്ധി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി, കോൺഗ്രസിന്റെ പ്രസിഡന്റായി, ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച, രാജ്യത്തെ 21ാം നൂറ്റാണ്ടിലേക്ക് കൈപിടിച്ചുയർത്തിയ യുവത്വത്തിന്റെ പ്രതീകമാണ് രാജീവ് ഗാന്ധി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രധാനമന്ത്രിയുടെ മകനായി, ഇന്ദിരാഗാന്ധിയുടെ മകനായി പ്രവർത്തിക്കുമ്പോഴും ജീവിക്കുമ്പോഴും ആ സുഖസൗകര്യങ്ങൾ, ആ ഭരണപരമായ സൗകര്യങ്ങളൊന്നും ഉപയോഗിക്കാനോ വിനിയോഗിക്കാനോ ദുര്യോഗം ചെയ്യാനോ എല്ലാം സാഹചര്യം ഉണ്ടായിരിക്കെ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പൈലറ്റ് എന്ന നിലയിൽ തന്റെ ജോലി ചെയ്യുകയും അതിൽ നിന്ന് ജീവിതമാർഗം കണ്ടെത്തുകയും ചെയ്ത ബഹുമാനായ നെഹ്റു കുടുംബത്തിന്റെ അംഗമാണ് രാജീവ് ഗാന്ധി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്നാണ് അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റായും അതേപോലെ തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായും 1984 ചുമതലയേൽക്കാൻ നിർബന്ധിതനാകുന്നത്. അന്നത്തെ വാർത്താ മാധ്യമങ്ങൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. രാജീവ് ഗാന്ധിയെ പ്രധാനമന്ത്രിയായിട്ട് നിശ്ചയിക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി മരിച്ചു, പകരം പുതിയ കോൺഗ്രസ് പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെ നിശ്ചയിക്കണം. പ്രധാനമന്ത്രിയായിട്ട് രാജീവ് ഗാന്ധിയെ നിശ്ചയിക്കുന്ന സമയത്ത് സോണിയാഗാന്ധി കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ പദവി നിരസിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയായിരുന്നു. അത് നെഹ്റു കുടുംബത്തെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഭരണ നേതൃത്വം അവർക്ക് അതൊരു അധികാരമല്ല, അതൊരു മുൻകീടമാണ് എന്ന് ചരിത്രത്തെ അറിയുന്ന സോണിയാഗാന്ധിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വവും ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വവും മനസ്സിലാക്കിയ, ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വം നേരിട്ട് കണ്ട സോണിയാഗാന്ധിയെ സംബന്ധിച്ച് സ്വന്തം ഭർത്താവിന്റെ ജീവനാണ്, ആയസാണ് വിലപ്പെട്ടത്.
എന്നതുകൊണ്ടായിരിക്കാം പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ അവരെ കരയാൻ നിർബന്ധിതയായത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ കാലത്തെയും അടിസ്ഥാനപരമായ ഇന്ത്യ രാജ്യത്തിന്റെ വൈദേശിക നയം നമുക്കറിയാം. അയൽ രാജ്യങ്ങളുമായി ലോക സമാധാനത്തിന് വേണ്ടിയും ഏറ്റവും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച പാരമ്പര്യമാണ് നെഹ്റു മുതൽ ഇങ്ങോട്ടുള്ള പ്രധാനമന്ത്രിമാർക്കുള്ളത്. ഇന്ന് സാഹചര്യങ്ങളിൽ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കോൺഗ്രസിന്റെ വൈദേശിക നയം അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്കയുമായി ഉണ്ടായ ഒരു കരാറിനെ തുടർന്നാണ് ആ രാജ്യത്ത് പൊട്ടിപ്പുറപ്പെട്ട ഒരുപക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അത്തരം കാര്യങ്ങൾ എത്ര കണ്ട് അറിയാം, കുറെ വർഷങ്ങൾ മുമ്പാണ്. അതുകൊണ്ട് ആ ചരിത്ര കാര്യങ്ങൾ എത്ര ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ അയൽരാജ്യമാണ് ശ്രീലങ്ക. അവിടെ തമിഴ് വംശജർക്ക് പ്രത്യേകമായ രാജ്യം വേണം. ഇന്ത്യയിൽ ഖലിസ്ഥാൻ വാദം ഉണ്ടായതുപോലെ തന്നെ അവിടെ ഒരു പ്രാദേശിക വാദം ഉയർന്നു വന്നു. അത് അക്രമാസക്തമായി. ശ്രീലങ്ക വളരെയേറെ പ്രദേശം എന്ന നിലയിൽ അതുകൊണ്ട് അവിടുത്തെ അസമാധാനം നമ്മുടെ രാജ്യത്തെയും ബാധിക്കും. മറ്റു വിദേശ രാജ്യങ്ങൾ അങ്ങോട്ട് ഇടപെട്ടാൽ അതുണ്ടാക്കുന്ന പ്രയാസങ്ങൾ വലുതാണ്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ഇന്ത്യയും ശ്രീലങ്കയുമായി ഒരു കരാറുണ്ടാക്കിക്കൊണ്ട് ഇന്ത്യയുടെ സമാധാന സേനയെ അങ്ങോട്ട് അയക്കുകയായിരുന്നു. ഇന്ത്യ രാജ്യത്തിന്റെ സമാധാന സേനയെ ശ്രീലങ്കയിലേക്ക് അയച്ചു. അവിടുത്തെ അക്രമ സമരങ്ങളെ, പ്രക്ഷോഭങ്ങളെ, ഭീകര പ്രവർത്തനങ്ങളെ അടിച്ചമർത്തുന്നതിന് അത് സഹായിച്ചു. അതുകൊണ്ടാണ് ആ തമിഴ് പുലികൾ എന്ന് പറയുന്ന അക്രമകാരികൾ രാജീവ് ഗാന്ധിയുടെ ജീവൻ തട്ടിയെടുക്കാൻ വേണ്ടി അവർ പരിശ്രമിച്ചത്. അതിന് അവസരം കാത്തിരുന്നു. അതാണ് അവസാനം 92 മെയ് മാസം 21-ാം തീയതി ശ്രീപെരുമ്പത്തൂരിൽ മനുഷ്യ ബോംബിന്റെ രൂപത്തിൽ രാജീവ് ഗാന്ധിയുടെ ജീവൻ നമുക്ക് നഷ്ടമായത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ജീവിക്കുകയും മരിക്കുകയും രാജ്യത്തിന് വേണ്ടി, രാജ്യമുയർത്തിയ മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്ത ആ രാജീവ് ഗാന്ധിയുടെ ഓർമ്മ എല്ലാ കാലത്തും നിലനിർത്താൻ സാധിക്കുന്ന സന്നദ്ധ രാഷ്ട്രീയ സേവന പ്രവർത്തനങ്ങൾ ഏറ്റവും അത്യാവശ്യമാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ശൈലിയിൽ സമീപകാലത്ത് വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ തത്വാധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം. കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്കറിയാം, കോൺഗ്രസിന്റെ മഹത്തരമായ പാരമ്പര്യം, കോൺഗ്രസിന്റെ ചരിത്രം, കോൺഗ്രസ് ഉയർത്തുന്ന മൂല്യങ്ങൾ, ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസ്റ്റ് സാമൂഹ്യക്രമം, ലോക സമാധാനം, ഇതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രം ആളുകളെ നമ്മുടെ അടിയിലേക്ക്, നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് നിലനിർത്താനും ആകർഷിക്കാനും അതുകൊണ്ട് മാത്രം സാധിക്കണമെന്നില്ല. സാധിക്കാത്ത രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് ഓരോ വ്യക്തിയെയും സഹായിക്കാനും ആ ഓരോ വ്യക്തിയെയും മനസ്സിലാക്കാനുമുള്ള വളരെ അടിസ്ഥാനപരമായ സാമൂഹ്യ പ്രവർത്തനമായി രാഷ്ട്രീയ പ്രവർത്തനത്തെ മാറ്റേണ്ടതായിട്ടുണ്ട്. വിളവധികം വേലക്കാർ ചുരുക്കം. പൊതുരംഗത്ത് പ്രവർത്തകന്മാരുടെയും നേതാക്കന്മാരുടെയും വലിയ ആവശ്യമുണ്ട്. അതാണ് ഈ കാലഘട്ടം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. അതിനനുസരിച്ച് ഉയരാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കേണ്ടതായിട്ടുണ്ട്. പൊതുപ്രവർത്തകരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ നമുക്കറിയാം, കുറേയൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. മാർക്സിസ്റ്റ് അലിഭാഗങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. എങ്കിൽ പോലും ചിലപ്പോഴെങ്കിലും സർക്കാരിന്റെ ചെയ്തികളെ അവർ വിമർശിച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് അവർ തന്നെ സംഘടനാപരമായി വിലയിരുത്തിയത് ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ സന്നദ്ധ പ്രവർത്തകരുടെ എണ്ണം കുറയുന്നു എന്നാണ്. സന്നദ്ധ പ്രവർത്തകരുടെ എണ്ണം കുറയുന്നു. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വന്ന മാറ്റം, തൊഴിൽ സംസ്കാരത്തിൽ വന്ന മാറ്റം, കുടുംബജീവിതത്തിൽ കുട്ടികളുടെ എണ്ണത്തിൽ വന്ന കുറവ്, ഇതെല്ലാം കൊണ്ട് സാമൂഹ്യ പ്രവർത്തനത്തിലും ആവശ്യമായ ആളുകളെ കിട്ടാത്തൊരു സാഹചര്യം. യുവാക്കൾ ചെറിയ വിദ്യാഭ്യാസ അവസരങ്ങൾ കഴിഞ്ഞാൽ ഉടനെ തന്നെ, ഹയർ സെക്കൻഡറി കഴിഞ്ഞാൽ ഉടനെ തന്നെ രാജ്യം വിടുന്നൊരവസ്ഥ വരികയാണ്. അതിന്റെ പ്രത്യാഘാതം രാഷ്ട്രീയ രംഗത്തുണ്ട്, കുടുംബങ്ങളിലുണ്ട്, സാമൂഹ്യ പ്രവർത്തനത്തിലുണ്ട്, സന്നദ്ധ പ്രവർത്തനങ്ങളിലുണ്ട്. തൊഴിലന്വേഷിക്കുന്നു, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി വിദേശത്തേക്ക് പോകുന്നു. നേരത്തെ നമ്മുടെ ചെറുപ്പക്കാർ ഗൾഫ് രാജ്യങ്ങളിലേക്ക് മാത്രമാണ് കുടിയേറിയത് എങ്കിൽ ഗൾഫിൽ നിന്ന് പണം സമ്പാദിച്ച് നാട്ടിലേക്ക്, വീട്ടിലേക്ക് അയക്കുന്നു, അല്ലെങ്കിൽ മടങ്ങി വരുന്നു. അതാണ് അവസ്ഥയെങ്കിൽ ഇന്നിപ്പോൾ പോകുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ
നടപ്പാക്കിയിട്ടുണ്ട് പരിശോധിക്കാൻ വേണ്ടി AICC കർശനമായിട്ട് നിർദ്ദേശം നൽകി. APCC, DCC ഒക്കെ യോഗം വിളിച്ചു. നമ്മളിവിടെ ബ്ലോക്ക് കമ്മിറ്റികളുടെ മണ്ഡല കമ്മിറ്റികളൊക്കെ വിളിച്ചു. പക്ഷെ ആരും തന്നെ കാര്യമായിട്ട് പരിശോധിച്ചില്ല, കൃത്യമായിട്ട് പരിശോധിച്ചില്ല. പരിശോധിച്ച 1-2 ബൂത്തുകളിൽ പെരുമുന്ന ബൂത്തിൽ 500 പേരാണ് ഊട്ടിയാൻ പറഞ്ഞത്. പെരുമുന്നയിൽ 500 പേരാണ് ഊട്ടിയാൻ പറഞ്ഞത്. നോക്കുമ്പോൾ 450-400 പേര് വിദേശത്താണ്. അധികം പേരുള്ള 400 പേര് വിദേശത്താണ്. ആ ഒരു രാഷ്ട്രീയ പ്രതിഭാസം, സംഘടനാപരമായ ആ പ്രയാസം എല്ലാ രംഗത്തേക്ക് ഇപ്പോൾ വരികയാണ്. അത് നോക്കിയാൽ വന്നതുകൊണ്ട് ആയിരിക്കും വൈദ്യഭാഷനെ പ്രിയപ്പെട്ട MLA എന്ന് പറഞ്ഞപ്പോൾ സാധാരണ 6,000 എങ്ങനെ വിളിക്കും? പ്രിയപ്പെട്ട MLA ആയിരിക്കാനോട് പറഞ്ഞത് രണ്ടാമത്തെ ഇലക്ഷന് പ്രിയപ്പെട്ട MLA വോട്ട് ചെയ്യാൻ വേണ്ടി ആയിരിക്കും ദുബായിൽ നിന്ന് വിമാന ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് പോകും. അതെല്ലാവർക്കും പറ്റിയ ആയിരിക്കും വിമാന ടിക്കറ്റ് എടുത്ത് വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വന്നുവെങ്കിൽ അങ്ങനെ വരാൻ സാധിക്കാത്ത ആളുകളുണ്ട്. അതിനേക്കാൾ ദൂരത്തിൽ താമസിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ പ്രവർത്തനം അനുശോചന പ്രമേയം അവതരിപ്പിക്കുക എന്നാണ് രാജീവ് ഫൗണ്ടേഷന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എന്നെ നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്ന കടമ. ആ കടമയിലേക്ക് ഞാൻ കിടക്കുകയാണ്. 1947 ഓഗസ്റ്റ് മാസം 15 മഹാത്മാഗാന്ധി നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം നേടി. ഇന്ത്യയിൽ ഭീകരവാദത്തിന് വിത്തുവായിക്കൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയത്. അതിന്റെ ഭാഗമായി 1948 ജനുവരി മാസം 30-ാം തീയതി ഇന്ത്യയുടെ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജിയെ നാത്തൂറാം വിനായക് ഗോഡ്സെ എന്ന ഹിന്ദു മതഭ്രാന്തൻ വെടിവെച്ച് കൊലപ്പെടുത്തി. ലോകം മുഴുവൻ നടിച്ച കൊലപാതകം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ വർഗീയ വിഘടനവാദികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും അതിന്റെ ദേശീയ നേതാക്കന്മാരെയും തകർക്കാൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായി 1984 ഒക്ടോബർ മാസം 31-ാം തീയതി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന പ്രിയപ്പെട്ട ഇന്ദിരാഗാന്ധിയെ സ്വന്തം അംഗരക്ഷകരായിരുന്ന സിഖ് മതഭ്രാന്തന്മാർ വെടിവെച്ച് കൊലപ്പെടുത്തി. അനാഥമായ ഇന്ത്യൻ ജനതയെ സംരക്ഷിക്കാൻ സ്വന്തം മകൻ രാജീവ് ജി ഒരു ദശാസന്ധിയിൽ രാജ്യഭാരം കൈയിലേറ്റി കാലത്തിന്റെ പരീക്ഷണ ഭൂമിയിലേക്ക് തള്ളിവിട്ടു. 21-ാം നൂറ്റാണ്ടിലേക്ക് ഇന്ത്യ മഹാരാജ്യത്തെ കൈപിടിച്ചുയർത്താൻ വെമ്പൽപ്പെട്ട പ്രിയപ്പെട്ട രാജീവ് ജി 18 വയസ്സുകാർക്ക് വോട്ടവകാശം നൽകിക്കൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ ഉത്തുംഗ ശൃംഖലകളിലേക്ക് ഉയർത്തി. ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയ രാജീവ് ജി ലോക നേതാവായി ഉയർത്തപ്പെട്ടു. രാജ്യം പുരോഗതിക്കായുള്ള പടയോട്ടത്തിൽ വിഘടനവാദികളുടെ കയ്യിൽ ശ്രീ പെരുമ്പത്തൂരിന്റെ കറുത്ത മണ്ണിൽ തന്റെ മുഖം പോലും ആർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ ചിന്നിച്ചിതറിപ്പോയ രാജീവ് ജി മന്ദമായി ഒഴുകുന്ന യമുനാ നദിക്കരയിൽ മന്ദമാരുതന്റെ ആരോമേറ്റു. ചന്ദനമുട്ടികളിൽ എരിഞ്ഞടങ്ങിയ പ്രിയപ്പെട്ട രാജീവ് ജി അദ്ദേഹത്തിന്റെ അങ്ങയുടെ ദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ രാജീവ് ഫൗണ്ടേഷൻ സാഷ്ടാംഗ പ്രണാമം അർപ്പിക്കുന്നു. ലോകാരാധ്യനും ലോക സമാധാനത്തിന്റെ വെള്ളിവെളിച്ചവുമായ ഫ്രാൻസിസ് മാർപ്പാപ്പ അശരണരുടെയും ആലംബഹീനരുടെയും ആശാകേന്ദ്രമായിരുന്ന മാർപ്പാപ്പ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. ആ ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് തലകുമ്പിട്ട് പ്രാർത്ഥിക്കാം. ഏറ്റവും ഒടുവിലായി കാശ്മീരിൽ നടന്ന ഭീകരാക്രമണം അവധികാലം ആസ്വദിക്കാൻ വേണ്ടി ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന കാശ്മീരിലെത്തിയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ നഷ്ടം നമുക്ക് താങ്ങാൻ പറ്റാവുന്നതിനപ്പുറമാണ്. മനുഷ്യ മനസ്സാക്ഷി ഞെട്ടിക്കുന്ന ചിത്രങ്ങളാണ് ഓരോ ദിവസവും കാശ്മീരിൽ നിന്ന് ഇവിടത്തേക്ക് എത്തുന്നത്. കാശ്മീരിൽ നഷ്ടപ്പെട്ടുപോയ നമ്മുടെ സഹോദരങ്ങളുടെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് 1 മിനിറ്റ് മൗനമാചരിക്കാം. ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഒരുമിച്ച് കൈകോർക്കാം എന്ന് മാത്രം അനുശോചന പ്രമേയത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിടവാങ്ങുന്നു. നമ്മുടെ പേരാവൂർ നിയോജക മണ്ഡലത്തിലെ കഴിഞ്ഞ 5 വർഷത്തെ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുടെ പ്രവർത്തനം പരിശോധിച്ചതിൽ അവസാന റൗണ്ടിൽ നിന്ന് പലരും ഉണ്ടായിരുന്നു. അതിൽ അവസാനം തെരഞ്ഞെടുത്തത് ശ്രീ കെ വേലായുധനെയാണ്. പുരസ്കാര സമർപ്പണത്തിന് മുമ്പ് രാജീവ് മഹിളാ ബ്രിഗേഡിന്റെ ജില്ലാ ചെയർപേഴ്സൺ ശ്രീമതി വിനി വിശ്വനാഥ് അദ്ദേഹത്തിന്റെ ജീവചരിത്ര കുറിപ്പ് ഇവിടെ വായിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ പുരസ്കാര സമർപ്പണത്തിലേക്ക് കടക്കാം. ബഹുമാനപ്പെട്ട പേരാവൂർ നിയോജകമണ്ഡലം MLA ഉൾപ്പെടെയുള്ള നിങ്ങളെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാർ, ശ്രീ കെ വേലായുധൻ കണവൻകാലം വീട്ടിൽ പാർവതി അമ്മയുടെയും വള്ളുവർ കുഞ്ഞപ്പൻ നമ്പ്യാരുടെയും ഏക മകനായി 1953 നവംബർ മാസം 29
ഹൈസ്കൂളിൽ നിന്നും SSLC വിദ്യാഭ്യാസം പൂർത്തിയാക്കി 1977 മുതൽ 79 വരെ ആറളം ഫാം തൊഴിലാളിയായി സേവനം അനുഷ്ഠിക്കുകയും അതിനുശേഷം 1979 മുതൽ 2006 വരെ ജൂനിയർ ക്ലർക്കായി ആറളം സർവീസ് സഹകരണ ബാങ്കിൽ ജോലി ചെയ്യുകയും ചെയ്തു. തന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ആകൃഷ്ടനായി സജീവ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന ശ്രീ കെ വേലായുധൻ യൂത്ത് കോൺഗ്രസ് മണ്ഡല സെക്രട്ടറി ആയിട്ടാണ് പൊതുപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. നീണ്ട 21 വർഷക്കാലം ആറളം മണ്ഡലം പ്രസിഡന്റായി അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് നിറസാന്നിധ്യമായി നിലകൊണ്ടു. DKTF സ്ഥാപക അംഗം, സംസ്ഥാന ജനറൽ സെക്രട്ടറി, DCCയുടെ ജനറൽ സെക്രട്ടറി, മുൻ INTUC ജില്ലാ സെക്രട്ടറി, ആറളം ഫാമിന്റെ ആരംഭകാലം മുതൽ ഇപ്പോഴും ഫാം INTUC സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ തൊഴിലാളികളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. ചെടിക്കുളം ക്ഷീരോത്പാദക സ്ഥാപക പ്രൊമോട്ടിംഗ് കമ്മിറ്റി അംഗം, ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ആറളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ 1987 മുതൽ ഒരു ടേമിലെ ഗ്രാമപഞ്ചായത്ത് അംഗം, വൈസ് പ്രസിഡന്റ്, പ്രസിഡന്റ്, ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, നിലവിൽ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിങ്ങനെ കഴിഞ്ഞ 33 വർഷം പൊതുപ്രവർത്തകനായി നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിലെ നിറസാന്നിധ്യമായി, സജീവ സാന്നിധ്യമായി പ്രവർത്തിച്ചു വരുന്നു. നമ്മുടെ ആറളം ഫാം തൊഴിലാളിയായി 1977 മുതൽ 79 വരെ സേവനം അനുഷ്ഠിക്കുകയും വിവിധ തൊഴിൽ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. ജൂനിയർ ക്ലർക്കായി ആറളം സർവീസ് സഹകരണ ബാങ്കിൽ 1979 മുതൽ 2006 വരെ പ്രവർത്തിക്കുകയും മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി പിന്നീട് ജോലി ഉപേക്ഷിക്കുകയും ചെയ്തു. ഭാര്യ രാധ, മക്കളായ ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂൾ അധ്യാപിക ജ്യോത്സ്ന, നടുവിൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക രഞ്ജിനി, CRPF ജവാൻ ജിതേഷ് എന്നിവരോടൊപ്പം ആറളം ഗ്രാമപഞ്ചായത്തിലെ ചെറുകുളത്ത് താമസം. ഗ്രാമീണ ജനവിഭാഗങ്ങൾക്കിടയിലെ സ്തുത്യർഹമായ സേവനത്തിനുള്ള ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വെള്ളപ്പള്ളി മെമ്മോറിയൽ ഗ്രാമകീർത്തി അവാർഡ് അടക്കം ഒട്ടനവധി പുരസ്കാരങ്ങൾ ഈ കാലഘട്ടത്തിൽ ശ്രീ വേലായുധനെ നേടിയെത്തിയിട്ടുണ്ട്. ഇന്ന് ഇവിടെ രാജീവ് ഗാന്ധി സദ്ഭാവന പുരസ്കാരം ഏറ്റുവാങ്ങുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വേലായുധനെ 1000 അഭിനന്ദനങ്ങൾ നേരുന്നു. രാജീവ് ഗാന്ധി സദ്ഭാവന പുരസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട MLA സമർപ്പിക്കുകയാണ്. ഇവിടെ എല്ലാവർക്കും കൈയിടിച്ച നമ്മുടെ കൂട്ടത്തിലുള്ള വലിയ സാമൂഹ്യ പ്രവർത്തന അംഗീകാരമാണ്. അത് ഏറ്റുവാങ്ങുന്ന വേലായുധന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ അഭിനന്ദനം സമർപ്പിക്കുന്നു. ഈ വേലായുധൻ നമ്മളോട് കുറെ ചുരുവാക്കുകളിൽ സംസാരിക്കുന്നു. 6 മണിക്ക് തീർക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ ശ്രീ വൈദ്യൻ മാസ്റ്റർ, കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളായ ശ്രീ രാജീവൻ കപ്പച്ചേരി, ശ്രീ സുദീപ് ജെയിംസ്, മറ്റ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ പ്രിയങ്കരയായ ശ്രീമതി ജൂബിലി ചാക്കോ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, അതുപോലെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി JC, മുൻ അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ ഈ മേഖലയിലെ നമ്മുടെ മേഖലയിൽ പുതിയ പ്രവർത്തനീയമായ ശ്രീകാന്ത് മാസ്റ്റർ അവരുടെ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ എല്ലാവരും വിശിഷ്ട വ്യക്തിത്വങ്ങളാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പേരൊക്കെ വരുന്നതൊക്കെ കൂടിയിരിക്കുന്നതൊക്കെ നമുക്കറിയാം. ഈ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഈ ചടങ്ങ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തന്ന, ഞാൻ ഇതുവരെ എൻ്റെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ അംഗീകാരമായി ഞാൻ കരുതുന്നു. വരുന്ന വഴിക്ക് എൻ്റെ വൈഫ് വണ്ടിയിൽ നിന്ന് മറ്റ് സഹപ്രവർത്തകരോടൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ കാരണമാണ് ഇയാൾക്ക് കിട്ടിയത്. കാരണം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ അന്നേരം തന്നെ മുഖം കാണുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലും വീട്ടിൽ ഒഴിവാക്കണമെന്ന് എനിക്ക് രാവിലെ ഇറങ്ങി ഓടും. അതിൻ്റെ പേരിൽ ജനങ്ങൾ കൊടുക്കുന്ന ഒരു അംഗീകാരമായിട്ട് ഞാൻ കാണുന്ന എങ്ങനത്തെ സഹപ്രവർത്തകരോട് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ സ്വാഭാവികമായി അത് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതായിരുന്നു എൻ്റെ പ്രവർത്തന പരിപാടി എന്ന് പ്രത്യേകം പറയാണ്. 67 ആദ്യമായി പിണറായി വിജയനെതിരെ
4 പിള്ളേർ ആറാം പഞ്ചായത്തിലെ മോസ്കോ എന്നറിയപ്പെടുന്ന 13 ഞങ്ങൾ ഒരൊറ്റ കോൺഗ്രസ് കുടുംബം. അതിൽ 3 പേരെയും കൂട്ടി ചെറുപ്പക്കാരായ 4 ചെറുപ്പക്കാരായ പിള്ളേർ പിണറായി വിജയനെതിരെ ആയതിരാഘവന്റെ കുടിൽ ചിഹ്നത്തിൽ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് വീടാന്തരം കത്ത് കൊടുക്കുന്ന സമയത്ത് ഞങ്ങളെ അവിടെ നിന്ന് ഒരു മാർക്സിസ്റ്റുകാരൻ പിടിച്ചടിച്ചു. അടിച്ചതിന് ശേഷം ഈ 4 പിള്ളേരെന്ന് പറയുന്നത് അവരൊക്കെ ആ മേഖലയിലെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന എന്നെ കൂടാതെ എനിക്ക് സംഖ്യാബലമൊന്നുമില്ല, കുടുംബക്കാരില്ല, എനിക്ക് മറ്റൊരാളുമില്ല, അമ്മയ്ക്ക് ഞാൻ ഒറ്റ മകൻ. ആ സമയത്ത് മറ്റവരെ സംബന്ധിച്ചിടത്തോളം 3 പേർക്കും അവരവരുടെ കുടുംബങ്ങളിൽ സംഖ്യാബലമുണ്ടായിരുന്നു. അവരവരുടെ പേരെടുത്ത കുടുംബങ്ങളായിരുന്നു. അന്ന് രാഷ്ട്രീയമായ അല്പം ബുദ്ധി ഞാൻ പ്രയോഗിച്ചു. ഇവർക്കിട്ട് തന്നെ വിളിച്ചു. ആ തല്ല് വിളിച്ചപ്പോൾ എൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഒരുപാട് ആൾക്കാർ പിന്തുണയായി വന്നു. നമുക്കറിയാം ഇക്കാലത്ത് അതിന് ശേഷമാണ് 67 ആ ഒരു പ്രവർത്തനമാണ് പിണറായി വിജയനെതിരെ ആദ്യമായി പ്രവർത്തനം നടത്തിയതാണ് എനിക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എൻ്റെ സഹപ്രവർത്തകരെല്ലാം തന്നെ ഒരുത്തൻ ആർമിയിൽ കേണലായി റിട്ടയർ ചെയ്ത് എൻ്റെ കൂട്ടത്തിൽ നിന്ന് പോയ വ്യക്തൻ ഇപ്പോഴും കേണലായി. ഇത് രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ അതിൻ്റെ പരിപാടി കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഞാനും ഇത് വരുന്നുണ്ട്, ബാംഗ്ലൂർ അവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ 3 പേരും സ്റ്റാറ്റിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടറേറ്റിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായ മറ്റൊരാളാണ്. അങ്ങനെ ഈ 3 പേരും ഇന്ന് ലൈവായി ഒരു പക്ഷേ ഈ പരിപാടികളൊക്കെ കാണുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം നമുക്കറിയാം ആറാം പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ നെടുന്തൂണായി പ്രവർത്തിച്ച പ്രിയങ്കരനായ ശ്രീ ടി പി ചക്രവർത്തിയാണ്. അദ്ദേഹത്തിന്റെ കരിസ്മാറ്റിക് ലീഡർഷിപ്പ് ആ മേഖലയിൽ യാതൊരു കാഴ്ചപ്പാട് ഒരു താല്പര്യമില്ലാതെ ആ ഒരു മനുഷ്യൻ കാണിച്ചു തന്ന ആ ഒരു മാർഗം. പിന്നീട് നമുക്കറിയാം എ.കെ. ആന്റണിയുടെ കൂട്ടത്തിൽ ഇറങ്ങി ഒന്നും വേണ്ടാതെ എല്ലാം നഷ്ടപ്പെടുത്താനും ജീവിതവും കളയാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ശ്രീ സണ്ണി ജോസഫ് MLA ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ കണ്ടുകൊണ്ട് അന്ന് കൂട്ടത്തിൽ ഇറങ്ങി എ.കെ. ആന്റണിയോട് ഇറങ്ങി. അതിനുശേഷം നമുക്കറിയാം ദീർഘമായ ഈ കാലഘട്ടത്തിലൊക്കെ തന്നെ പരിശുദ്ധമായ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി ഇതല്ലാതെ വേറൊരു പ്രസ്ഥാനം ഈ ലോകത്തില്ല എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ കൂട്ടത്തിൽ നിങ്ങളോടൊപ്പം ഒരു കന്യായി മാറാൻ ഇതിനോടൊപ്പം എനിക്ക് തന്ന ഈ ഉപകാരം ഒരു പക്ഷേ എനിക്ക് ഒരു മനുഷ്യന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. ഒരു കാലത്ത് പ്രിയങ്കരനായ മാധ്യമഘട്ടം ഉൾപ്പെടെയുള്ള ആ കാലഘട്ടത്തിലെ പല നേതാക്കന്മാർ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, സബാസ്റ്റ്യൻ വെള്ളപ്പള്ളിയുടെ നാമധേയത്തിൽ നിങ്ങൾക്ക് ഒരു ഉപകാരം ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, അതുകൊണ്ട് വേലായുധൻ അത് വാങ്ങിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ അമ്പലം അതിന് മുമ്പ് ചില പത്രക്കാരൊക്കെ എന്നെ വിളിച്ചിട്ട് ഉപകാരങ്ങൾ തരാൻ വേണ്ടിയപ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറിയായിരുന്നു. പക്ഷേ കണ്ടത്തിനെ മധ്യകണ്ഠത്തിനെ കൊല്ലുന്ന ആ വിശിഷ്ട വ്യക്തിത്വങ്ങൾ വീട്ടിൽ വന്നപ്പോൾ നമുക്ക് എന്നോട് വന്നിട്ട് പറഞ്ഞു ഇത് വാങ്ങിക്കണമെന്ന് വന്ന് ഞങ്ങളെ ആ പൂരണമെന്ന് പറഞ്ഞു മൽപ്പാറാച്ചനെ കൂടെ ഇരുന്ന് എനിക്ക് അന്ന് വായിച്ച ആ ഒരു അനുഭവത്തിന്റെ 1000 മടങ്ങ് എൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി ഞാൻ എന്തെല്ലാം കേട്ടാലും എൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി ഞാൻ ഏതെല്ലാം തരത്തിൽ സഹിച്ചാലും ഈ പ്രസ്ഥാനം എക്കാലവും ഈ പാർട്ടി വയലാർജി പറഞ്ഞതുപോലെ നന്ദിയുള്ള പാർട്ടിയാണ്. നിങ്ങളോട് എല്ലാവരോടും പറയാം, ഈ പ്രസ്ഥാനത്തെ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടോ ആ സ്നേഹിക്കുന്നവർക്കെല്ലാം ഈ പാർട്ടി നന്ദിയുള്ളവരായി അവരെ കണക്കാക്കി അവരെ പാർട്ടി എക്കാലം കൂടെ ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രവർത്തിക്കുന്ന ആളുകൾ വേണം. അങ്ങനെ വലങ്കൈയായി നിന്നുകൊണ്ട് ഈ ജില്ലയിലെ പ്രവർത്തനം മൊത്തം കണ്ണൂർ ജോലിയും കൂടി ഉള്ളതുകൊണ്ട് CJ ഉപയോഗിക്കാൻ വളരെ വേഗത്തിൽ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ സമയത്ത് ഗിരീഷിനെ മറ്റ് ഉള്ളവരെയൊക്കെ സ്മരിക്കുന്നതോടൊപ്പം സ്മരിക്കുന്നു. CJ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കൊടുക്കുന്നതായിരിക്കും. വളരെ ചുരുങ്ങിയ വാക്കിൽ മാത്രം. കഴിഞ്ഞ ദിവസം ഞാൻ MLAയോടൊപ്പം നമ്മുടെ ഒരു കുടുംബ സംഗമത്തിൽ, മഹാത്മാഗാന്ധി കുടുംബ സംഗമത്തിൽ കൊട്ടിയൂർ പങ്കെടുത്തു, ജോണി അടക്കമുണ്ട്. അപ്പൊ അവിടെ MLA നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തില് നമുക്ക്
വോട്ടർമാരുടെ വോട്ട് അനുകൂലമാക്കി മാറ്റണമെങ്കിൽ ഒന്ന് രാഷ്ട്രീയ സാഹചര്യം, രണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ, അങ്ങനെയുള്ള 2-3 കാര്യങ്ങൾ പറഞ്ഞു. അതിനോട് ഞാൻ ഒന്നുകൂടെ ഈ വേദിയിൽ വെച്ച് കൂട്ടിച്ചേർക്കുകയാണ്, അദ്ദേഹത്തെ കറക്റ്റ് ചെയ്യുകയല്ല. നമുക്ക് ഇനി അങ്ങോട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തന മേഖലകളിൽ പൊതു രംഗത്ത് പ്രവർത്തിക്കുന്ന അത് ഏത് രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ആൾക്കാരായിക്കോട്ടെ, സാമൂഹിക സേവന മേഖലകളിൽ അല്ലെങ്കിൽ സർവീസ് മേഖലകളിൽ, സേവന മേഖലകളിൽ അവരോടൊപ്പം ജനങ്ങളോടൊപ്പം കൂടെ ചേർന്ന് നിൽക്കാതെ ഒരാൾക്കും ഒരു ഇലക്ഷൻ അനൗൺസ് ചെയ്ത് കഴിയുമ്പോൾ 10-25 ദിവസമാണ് നമുക്ക് കിട്ടുക. ഇലക്ഷൻ അനൗൺസ് ചെയ്ത് കഴിയുമ്പോൾ ആ 25 ദിവസം കൊണ്ട് ഞാൻ എൻ്റെ വാർഡിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ മേഖലയിലോ പോയി എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വോട്ട് മേടിച്ച് വിജയിച്ചു വരാൻ വേണ്ടി, അത് കോൺഗ്രസ് അല്ല, CPM അല്ല, BJP ആയാൽ പോലും ഒരു കക്ഷിക്കും സാധിക്കാത്ത ഒരു നിലയിലേക്കുള്ള രാഷ്ട്രീയ പ്രവർത്തന മേഖല മാറിയിരിക്കുന്നു. അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് രാജീവ് ഫൗണ്ടേഷൻ ഇത്തരത്തിലുള്ള, ഇപ്പം ബൈമാഷ സൂചിപ്പിക്കേണ്ടത് IRPCക്കോ സേവാഭാരതിക്കോ പകരമൊന്നുമല്ല ഇത്. പകരം വെക്കാൻ നമ്മൾ അവിടെ വരെ എത്തിയിട്ടുമില്ല, നമുക്കറിയാം. എങ്കിൽ പോലും നമ്മുടെ പരിമിതമായ ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ജനസേവനം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിന് നിങ്ങളെപ്പോലുള്ള ഇപ്പം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള മണ്ഡലം ഭാരവാഹികളും അതുപോലെ തന്നെ ജില്ലയിലെ മറ്റ് ഭാരവാഹികളും ഒക്കെ, മഹിളാ കോൺഗ്രസിന്റെ മഹിളാ ബ്രിഗേഡും ഒക്കെ അതിൽ സ്വയം പര്യാപ്തതയിലേക്ക് ഉയർന്നു വന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയുള്ളൂ. 2-3 ആൾക്കാരെ കൊണ്ട് മാത്രം നമുക്കും എടുക്കാൻ കഴിയുന്ന ഭാരത്തിന്റെ ഒരു പരിമിതിയുണ്ട്. അപ്പൊ നിങ്ങൾ സ്വയം പര്യാപ്തതയിലേക്ക് മുന്നിലിരിക്കുന്നവരോട് എനിക്ക് അതാ സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ കർമ്മ പദ്ധതികളൊക്കെ നമുക്ക് വളരെ ഫലപ്രദമായി താഴെത്തട്ടിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പം അതിന്റെ മറ്റ് കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. അത് നമുക്ക് നമ്മുടെ മണ്ഡലം തലത്തിലുള്ള ഇതുപോലുള്ള കമ്മിറ്റികൾ രൂപീകരണത്തിനും അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും ഒക്കെ ഷെയർ ചെയ്യാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആൾക്കാരെയും രാജീവ് ഫൗണ്ടേഷന് വേണ്ടി, ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയ സുഹൃത്തിൽ ഈ രാജീവ് ഫൗണ്ടേഷന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ശ്രീ ബൈജുമാസ്റ്റർ, നിങ്ങളെല്ലാം പ്രിയപ്പെട്ട MLA, ഇവിടെ രാജീവ് ഗാന്ധിയുടെ പുരസ്കാരം ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ട വേലാചേട്ടൻ, അതുപോലെയുള്ള വേദിയിലും സദസ്സിലും ഇതിന് പ്രിയപ്പെട്ടവരെ, ഞാൻ ഏറെ സന്തോഷത്തിലാണ്. കാരണം ഞാൻ വളരെ ദൂരെ തളിപ്പുറത്തിനപ്പുറം CPMന്റെ ഗുണ്ടകളുടെ അടിഞ്ഞാടുന്ന ഒരു മണ്ഡലത്തിൽ പട്ടു എന്ന പ്രദേശത്ത് നിന്നാണ് വരുന്നത്. ഇവിടെ വന്നപ്പോൾ ഒരുപാട് കോൺഗ്രസ്സുകാരെ കണ്ടപ്പോൾ ഏറെ സന്തോഷമായി. കാരണം രാജീവ് ഫൗണ്ടേഷന്റെ പരിപാടി ഇത്രയും പ്രവർത്തകർ വരുമെങ്കിൽ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്ത് എത്രമാത്രം ആൾക്കാർ ഇവിടെ ഉണ്ടാവുമെന്ന് ചിന്തിക്കുമ്പോൾ വളരെയേറെ സന്തോഷം. മാത്രമല്ല എല്ലാവരും വളരെ അച്ചടക്കത്തോടെ എല്ലാം കേൾക്കുന്ന കോൺഗ്രസോട് ആത്മാർത്ഥതയുള്ളവരാണ് ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഈ രാജീവ് ഫൗണ്ടേഷന്റെ ലക്ഷ്യം അത് നമ്മുടെ ആരോഗ്യം, അതുപോലെ തന്നെ ജലം, കൃഷി, അതുപോലെ ലിംഗഭേദം, അതുപോലെ പാരിസ്ഥിതിക പ്രവർത്തനം, ഇത്രയും മേഖലകളിൽ പ്രവർത്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതേപോലെ തന്നെ നിസ്വാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതുകൊണ്ട് നിസ്വാർത്ഥമായ സന്നദ്ധ പ്രവർത്തനം ഗ്രാമങ്ങളിൽ നമ്മൾ കോൺഗ്രസ് പ്രസ്ഥാനത്തെ തിരിച്ചുകൊണ്ടുവരാനുള്ള പ്രവർത്തനമായി, അതുപോലെ തന്നെ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കാണ് ലക്ഷ്യം. അതോടൊപ്പം തന്നെ നമ്മൾ രാജ്യത്തെയും സമൂഹത്തെയും ബാധിച്ചിരിക്കുന്ന അഴിമതി, അതുപോലെ തന്നെയാണ് വർഗീയത, അതുപോലെ ലഹരി, ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണമെന്ന് ബൈജു മാസ്റ്റർ കൃത്യമായി പറഞ്ഞിരിക്കുന്നു 2 വാക്കിൽ. അതുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. ഏറെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ആധുനിക ഇന്ത്യയുടെ ഇന്ന് കാണുന്ന വികസനത്തിനെല്ലാം നാന്ദിയായിട്ടുള്ള രാജീവ് ഗാന്ധിയുടെ പേരിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ഫൗണ്ടേഷന്റെ പ്രവർത്തനം അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രവൃദ്ധമാക്കുന്നതിനും അതിൻ്റെ എല്ലാ തലങ്ങളും അർത്ഥവ്യാപ്തികളും ഉൾക്കൊണ്ട് ഇന്ത്യയുടെ സ്വത്വബോധവും ഇന്ത്യ ഏതൊക്കെ രീതിയിൽ പ്രതിജ്ഞാബദ്ധമാണോ ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കാൻ, ഇന്ത്യയെ സംരക്ഷിക്കാൻ, ഇന്ത്യയാക്കിയ ഈ ഒരു പ്രസ്ഥാനത്തെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ ഏതൊക്കെ രീതിയിൽ പ്രതിജ്ഞാബദ്ധരാണോ ആ ഒരു രീതിയിലേക്ക് ഉയർന്നു പ്രവർത്തിക്കാൻ തീർച്ചയായും ഈ രാജീവ് ഫൗണ്ടേഷനിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.
വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയെ ലോകത്തിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ അതിനേക്കാൾ മുൻപിലോ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വളരാനും ഉയരാനും പ്രാപ്തമാക്കിയതാര് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ: ഇന്ത്യയുടെ യുവ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി. ആ രാജീവ് ഗാന്ധിയുടെ നാമധേയത്തിൽ ഒരു ഫൗണ്ടേഷൻ രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനം താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുമ്പോൾ അത് മുൻപോട്ടേക്ക് വയ്ക്കുന്നത് വലിയ ആശയ സംഹിതയാണ്. കുടിവെള്ളം, ആരോഗ്യം, വിദ്യാഭ്യാസം, ശുചിത്വം, പ്രകൃതി സംരക്ഷണം തുടങ്ങിയ നാനാ മേഖലകളിൽ ആവശ്യ സമയങ്ങളിൽ, അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇടപെടൽ നടത്തുകയും പരിഹാരകരായി മാറുകയും ചെയ്യുക എന്ന വലിയ ഒരു ദൗത്യവാഹകരാകാൻ വിളിക്കപ്പെട്ടവരാണ് രാജീവ് യൂത്ത് ഫൗണ്ടേഷനിന്റെ ഭാഗമായി കടന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗങ്ങളിൽ ഈ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് രാജീവ് ഗാന്ധി മുൻപോട്ടേക്ക് വെച്ച ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ വളർച്ചയ്ക്കൊപ്പം സാധാരണക്കാരന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളെയും കൂടി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളിൽ ഒരാളായി മറ്റവനെ കാണാൻ, അവന്റെ പ്രശ്നങ്ങളെ കാണാൻ, അതിന്റെ പരിഹാരകരായി മാറാൻ ഓരോരുത്തർക്കും സാധിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അതിന് നമുക്ക് ഒറ്റക്കെട്ടായി ഒരുമയോടെ, ഒരു മനസ്സോടെ, ഐക്യത്തോടെ പ്രവർത്തിക്കാമെന്നും ആ പ്രവർത്തനത്തിന്റെ റിസൾട്ട് വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഓരോ പഞ്ചായത്തുകളും തിരികെ പിടിച്ചുകൊണ്ട് നമുക്ക് നേടിയെടുക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ ഫൗണ്ടേഷന്റെ ഉപഹാരം ഏറ്റുവാങ്ങിയ വേലായുധേട്ടനെ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിച്ചുകൊണ്ട് ഒരു നിസ്വാർത്ഥനായ രാഷ്ട്രീയ പൊതുപ്രവർത്തകൻ, മാതൃകാപരമായ ജീവിതം നയിക്കുന്ന വേലായുധേട്ടനെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഇതിലേക്ക് കടന്നു വന്നിട്ടുള്ള മുഴുവൻ ഭാരവാഹികൾക്കും അവരേറ്റെടുക്കുന്ന ഉത്തരവാദിത്വങ്ങൾ കൃത്യതയോടെ, വ്യക്തതയോടെ വളരെ നന്നായി ചെയ്യാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയങ്കരനായ അധ്യക്ഷൻ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ വൈദ്യ മാസ്റ്റർ ഉദ്ഘാടനം ഉൾപ്പെടെ സമർപ്പിക്കുന്നത് 20ാം നൂറ്റാണ്ടിലെ ഇന്ത്യയെ അവരുടെ സ്വപ്നങ്ങൾക്ക് പുതിയ നിറങ്ങൾ നൽകാൻ വേണ്ടി പ്രേരിപ്പിച്ച രാജീവ് ഗാന്ധിയുടെ ഓർമ്മകളും രാജീവ് ഗാന്ധിയുടെ പേരിൽ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ അതിൻ്റെ നിയോജകമണ്ഡലം ഭാരവാഹിയുടെ ചുമതലയേക്കുന്ന ചടങ്ങാണ്. അതിലെല്ലാം അപ്പുറത്തേക്ക് പ്രിയപ്പെട്ട വേലായുധേട്ടനെ അദ്ദേഹം പറഞ്ഞു, ഈ പ്രസ്ഥാനത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരെ ഈ പ്രസ്ഥാനം തിരിച്ച് അതേ അർത്ഥത്തിൽ സ്നേഹിക്കുമെന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ആ വാക്കുകൾക്ക് പറയാൻ കാരണമായത് അദ്ദേഹത്തിന് അവാർഡ് നൽകുന്ന ഈ ചടങ്ങിൽ വെച്ചാണ്. ഈ അവാർഡ് കൊടുക്കാനും ഈ പരിപാടി സംഘടിപ്പിക്കാനും സമയം കണ്ടെത്തിയ ഏറ്റവും പ്രിയപ്പെട്ട ഇതിൻ്റെ ഭാരവാഹികളെ ഏറ്റവും സ്നേഹത്തോടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. പേരാവൂരിലെ നമ്മുടെ പ്രിയപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റുമായിട്ടുള്ള ശ്രീമതി ജൂബിലി ചാക്കോ. ഏറെ ബഹുമാനായ അധ്യക്ഷൻ വൈദ്യ മാസ്റ്റർ, ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട MLA ഉദ്ഘാടകൻ, അധ്യക്ഷ വേദിയിലെ ഏറെ ബഹുമാനരായ നേതാക്കന്മാരെ, ഇന്നിവിടെ ചാർജ് ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ആധുനിക ഭാരതത്തിന്റെ ശില്പിയായ രാജീവ് ഗാന്ധിയുടെ നാമധേയത്തിൽ തുടക്കം കുറിച്ച രാജീവ് യൂത്ത് ഫൗണ്ടേഷന്റെ പേരാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ഭാരവാഹികളുടെ ചാർജ് എടുക്കൽ ചടങ്ങ് വളരെ പ്രൗഢഗംഭീരമായ രീതിയിൽ തന്നെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതുവരെ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ, സേവനവും അതോടൊപ്പം തന്നെ കാരുണ്യ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുവാൻ ഈ ഫൗണ്ടേഷന് സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗവാക്കാകുവാൻ വേണ്ടി നമ്മൾ ഈ മേഖലയിലെ മുഴുവൻ സഹപ്രവർത്തകർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട വേലായുധേട്ടൻ, നമ്മളെല്ലാവരും മാതൃകയാക്കേണ്ട വേലായുധേട്ടന് ഫൗണ്ടേഷൻ നൽകിയ ഈ അവാർഡ് ദാന ചടങ്ങിന് ഏറ്റവും അർഹനായ വേലായുധേട്ടനെ അഭിനന്ദിക്കുന്നു. ഇന്ന് ചാർജ് ഏറ്റെടുക്കുന്ന സഹപ്രവർത്തകരെ 1000 ആശംസകൾ നേരുന്നു. നമ്മുടെ പ്രസ്ഥാനത്തിന് കരുത്തേകാൻ ഈ ഒരു ഫൗണ്ടേഷന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേലായുധേട്ടനെ പോലെ തന്നെ മട്ടന്നൂർ മേഖലയിലെ കോൺഗ്രസിന്റെ ലാളിത്യത്തിന്റെ മുഖമാണ് പ്രിയപ്പെട്ട ജയചന്ദ്രേട്ടൻ ഒരു വാക്കിൽ പറയുന്നതാണ്.
ബഹുമാനായ അധ്യക്ഷൻ, വേദിയിലുള്ള പ്രിയപ്പെട്ട എംഎൽഎയും അവാർഡ് ജേതാവ് വേലാചാര്യനും ഉൾപ്പെടെയുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, നമ്മുടെ AICC അതുപോലെ KPCC ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ള സാമൂഹ്യ സേവന സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തനം ഏറ്റെടുക്കാൻ രാജീവ് ഫൗണ്ടേഷന് സാധിക്കട്ടെ. പേരാവൂർ നിയോജക മണ്ഡല കമ്മിറ്റിയുടെ ഭാരവാഹികളെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഒരൊറ്റ കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഡീലിമിറ്റേഷൻ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ സെക്രട്ടറിമാർക്ക് വന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ദയവ് ചെയ്ത് എല്ലാ നമ്മുടെ പാർട്ടിയുടെ നേതാക്കന്മാർ ആ പഞ്ചായത്ത് സെക്രട്ടറിമാരുമായി ബന്ധപ്പെട്ട് ആവശ്യമായ പ്രവർത്തനം നടത്തണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരും ആശംസകൾ നേരുന്നു. അതിന്റെ ജുറിസ്ഡിക്ഷന്റെ കസ്റ്റോഡിയൻ നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഷഫീർ തിയാത്ര. ഏറെ ബഹുമാനായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ബൈജു മാസ്റ്റർ, അതോടൊപ്പം തന്നെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച ആന്യാനായ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ ഉദ്ദേശ ലക്ഷ്യം ഞാൻ മനസ്സിലാക്കുന്നു വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ സുസ്ഥിര വികസനവും അതോടൊപ്പം തന്നെ ബഹിരാഗ പിന്തുണയുമാണ് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ത്യയിലെ പൗരന്മാരെ ശാക്തീകരിക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം. ഈ ലക്ഷ്യം നിറവേറ്റി മുന്നോട്ട് പോകാൻ പുതുതായി ചാർജ് എടുക്കുന്ന ഭാരവാഹികൾക്ക് സാധിക്കട്ടെ. എല്ലാ പിന്തുണയും അറിയിക്കുന്നു. ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ വൈസ് ചെയർമാൻ ജോസഫ് TJ തടത്തിൽ, ജിൽസ് M മേക്കൽ, അതുപോലെ ജനറൽ സെക്രട്ടറി ശ്രീ K അംബുജാക്ഷൻ, ട്രഷറർ ഷാജി കുന്നുംപുറത്ത്, ജോയിന്റ് സെക്രട്ടറിമാരായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ KK, ഷിബോ അഗസ്റ്റിൻ, ബെന്നി ചിറമ്മൽ, ബിനു പന്നിക്കോട്ട്, സ്പോർട്സ് കോർഡിനേറ്റർ സലിം ജോസഫ്, ആർട്സ് കോർഡിനേറ്റർ എത്തിയിട്ടില്ല, ചാരിറ്റി കോർഡിനേറ്ററായിട്ട് അഡ്വക്കേറ്റ് മനോജ് M കണ്ടത്തിൽ, ചാരിറ്റി ഓർഗനൈസർ ടോമി ആഞ്ഞിലിത്തോപ്പിൽ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള രജിത V ശോഭ, മാത്യു ജോസഫ് പരമ്പുങ്കൽ, ഇവരെ ഹാരാപ്പുറം ചെയ്യുന്നതിനായി പെരാവൂരിന്റെ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവരുകളെ ക്ഷണിക്കുകയാണ്. അയ്യങ്കുന്ന് ജോബീഷ് പായം കുര്യൻ പനന്തോട്ടം പനന്താനം ഇവരെ കൂടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മണ്ഡലം പ്രസിഡന്റന്മാർ ജിജോ പ്ലാക്കുഴി, സെബാസ്റ്റ്യൻ BA, ലാലി, ഡോക്ടർ അനൂപ്, ഹരീന്ദ്രൻ നെല്ലാഞ്ചേരി, ജോബീഷ് പനന്തോട്ടം, ഷാജു ശരി ഷാജുയോട് ഫോട്ടോ കിട്ടുന്ന കുറെ പുറകിൽ നിൽക്കുന്നത് നിലവിൽ നമ്മൾ ചെറിയ കമ്മിറ്റികളാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചു പോരാൻ കഴിയുന്ന സമാന മനസ്സ് ഉള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിന് യാതൊരു മടിയുമില്ല. അതായത് മണ്ഡലം പ്രസിഡന്റുമാർ പുതിയ സക്രിയമായിട്ടുള്ള കമ്മിറ്റികൾ രൂപീകരിക്കണം. നിങ്ങളും ഓരോരുത്തരും അല്ലെങ്കിൽ മുന്നോട്ട് വരണം ഒന്നുകൂടെ അഭ്യർത്ഥിക്കുകയാണ്.
ഇത്രയും പേരെ കിട്ടുന്ന ബാക്കിൽ നിന്ന് എടുക്കേണ്ടി വരും. ഒരു ഫോട്ടോ സെഷനാണ്. എല്ലാവരും ഒന്ന് എണീറ്റ് നിൽക്കുക. അങ്ങനെയാണെങ്കിലേ നമുക്ക് സ്റ്റേജിൽ നിന്ന് എടുത്താലേ ഇവർ താഴേക്ക് നിർത്തിയിട്ട് അതായിരിക്കില്ലേ എന്താവുക എല്ലാവരും കിട്ടണമെങ്കിൽ. ഒരു ഫോട്ടോയിൽ കിട്ടില്ല, വീഡിയോ തന്നെ ആക്കേണ്ടി വരും. രണ്ട് മൂന്ന് പീസായിട്ട് എടുത്താൽ മതി. എന്നാലും കിട്ടൂലല്ലോ. ഒരു ഗാനം, അതിനുശേഷം ദേശീയ ഗാനം, അതോടെ പരിപാടി കഴിഞ്ഞ അതിനുശേഷം പോവാം എല്ലാവർക്കും. അന്ന് DCC പ്രസിഡന്റ് നമ്മുടെ ജില്ലാ നേതൃയോഗത്തിൽ പറഞ്ഞ വാക്ക് അതിശയോക്തികരമായിട്ടും വൈദ്യുമായിട്ട് പറഞ്ഞതല്ല. ആ ജില്ലാ നേതൃ ക്യാമ്പിന് ശേഷം നമ്മൾ ബ്ലോക്കിന്റെ ഒരു മീറ്റിങ്ങിന് ജൂബിലി തന്നെ അവിടെ ചുമതലപ്പെടുത്തിയപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് തുറന്നു പറഞ്ഞതാണ് ഇത്രയും നല്ല ഒരു മീറ്റിംഗ് ഇതുവരെ ഉണ്ടായിട്ടുണ്ടെന്ന്. ഒരു എല്ലാ മഹത്വത്തികൾക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ വേലായുധേട്ടനും ഈ നാട്ടിലെ നല്ലവരായ കോൺഗ്രസ്സുകാർക്കും ഇവിടെ എത്തിയ എല്ലാ നാട്ടുകാർക്കും ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ദേശീയ ഗാനം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. ജലീൽ സാറിനെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല വംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധി തരംഗ തവ ശുഭ നാമേ ജാഗേ तव शुभ आशीष मागे गाहे तव जय गा